ഹലോ ഡിയേഴ്സ്, നോക്കൂ നിങ്ങൾ 2021 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. I3/I1 അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് ആൻസർ പറയുവാൻ സാധിക്കും. R2/R2+R3 ആണ് ഇതിന്റെ റേഷ്യോ വരുന്നത്. സോ ഇത്തരത്തിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് 4-5 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്തുകൂടെ? മാത്രമല്ല, ഇത്തരത്തിലൊരു 10-15 ട്രിക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്രമാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യനുകൾ ചെയ്ത് നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നീറ്റ് പോലുള്ള ഒരു പരീക്ഷയിൽ അതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ആൻസറിലോട്ട് എത്താൻ സാധിച്ചാലാണ് നിങ്ങൾക്ക് ആ ഒരു വിചാരിച്ച സ്കോറിലോട്ട് എത്താൻ സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇതിനകത്ത് എന്ത് ട്രിക്കാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് നോക്കാം. നമുക്കിപ്പം ഇതിനകത്ത് I3/I1 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിലോട്ട് വരുമ്പം I1ന്റെ കൂടെ R1 ആണ്, I2വിൻ്റെ കൂടെ R2 ആണ്, I3യുടെ കൂടെ R3 ആണ്. അപ്പം നമ്മൾ I2 ചോദിച്ചാൽ അതിൻ്റെ കൂടെയുള്ള എടുക്കരുത്, R3 എടുക്കണം. I3 ചോദിച്ചാൽ R2 എടുക്കണം. ഇനി I1 ആണെങ്കിൽ റേഷ്യോ എടുക്കുമ്പോൾ I1ന് എന്തെടുക്കണം അറിയോ? അതിൻ്റെ കൂടെയുള്ള R1 എടുക്കരുത്, പകരം അതിൻ്റെ ഫ്രണ്ടിലുള്ള R2 R3 എടുത്തിട്ട് കൂട്ടുക. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ റേഷ്യോ എടുക്കേണ്ടത്. I3ക്ക് നമ്മൾ പറഞ്ഞു അതിൻ്റെ കൂടെയുള്ള R3 എടുക്കരുത്, പകരം R2 എടുക്കണം. I1നാണെങ്കിലോ അതിൻ്റെ ഫ്രണ്ടിലുള്ള R2+R3 എടുക്കും. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ I2/I1 ആണ് ചോദിച്ചെങ്കിലോ I2ക്ക് എന്തെടുക്കണം? R3 എടുക്കണം. I1നോ R2+R3. ഇനി നമുക്കിപ്പോൾ I2/I3 അങ്ങനെ ചോദിച്ചാലോ I2ന് എന്തെടുക്കണം? R3. I3ക്ക് എന്തെടുക്കണം? R2. അതായത് അതിൻ്റെ ക്രോസ് അങ്ങനെ. അപ്പം ഏത് ഇതിനകത്ത് റേഷ്യോ ചോദിച്ചാലും നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് എത്തിയില്ലേ? പക്ഷേ ഇതിന്റെ കോൺസെപ്റ്റിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് ക്രിച്ചോഫിന്റെ ജംഗ്ഷൻ റൂള് I1 = I2+I3 അപ്ലൈ ചെയ്തു. ദെൻ അതിലോട്ട് നമ്മൾ ഇപ്പം പൊട്ടൻഷ്യൽ ഇതൊരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഇപ്പോൾ പാരലലി പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ I2 R2 = I3 R3. അവിടെ നമ്മൾ അതിന്ന് I2 I3 ഒക്കെ കണ്ടുപിടിച്ച് അത് ജംഗ്ഷൻ റൂളിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു റേഷ്യോയിലോട്ട് എത്താൻ. അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ എത്രമാത്രം ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളതാണ്. സോ അവിടെയാണ് നമുക്ക് കോൺസെപ്റ്റ് അറിയുന്നതോടൊപ്പം തന്നെ ട്രിക്കുകൾ അറിയണം. കാരണം കോൺസെപ്റ്റ് ട്രിക്ക് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ട്രിക്കിൻ്റെ കൂടെ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് അറിയണം. പക്ഷേ എനിവേ ഇപ്പം നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം മറ്റ് എക്സാം അല്ലേ അടുത്ത് വരുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ ട്രിക്ക് കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം ചങ്കുകളെ, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് നമ്മൾ നീറ്റുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ്, ടിപ്സ്, ട്രിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് ചങ്കുകൾ അതിനകത്തുണ്ട്. നിങ്ങൾക്കും ഒരു ചങ്കായി ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾ ആ പിന്നൊക്കെ ഊരിയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്താൽ മതിയെന്നേ. നമ്മളല്ലേ അതിനകത്ത്. നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊന്നും മറ്റ് മെമ്പേഴ്സിന് അതിനകത്ത് വിസിബിൾ ആവില്ല. അപ്പം നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന രീതിയിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഒരു ഫീഡ്ബാക്ക് ലഭിച്ചുകൊണ്ട് തന്നെ ഈ വർഷം അടുത്ത വർഷമൊക്കെ ശക്തിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാനുള്ള പ്ലാനാണ്. സോ ഇതിൻ്റെ ഒരു ട്രിക്കിലോട്ട് നമ്മൾ വരുമ്പം ഇതിനകത്ത് അപ്പം നിങ്ങൾക്കിപ്പം നമ്മളിപ്പം ഇതിനകത്ത് കുറച്ചുകൂടി നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ ഒരു ബോർഡിൽ ഇതിനകത്ത് ഈ ഒരു ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്മാർട്ട് ബോർഡൊക്കെ ഇറക്കാന്നേ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെയാണ് നമുക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ ലഭിച്ച ഒരു റെസ്പോൺസ് കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉള്ളത് തന്നെ. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ റെസ്പോൺസ് വരുന്തോറും നമുക്കും ഒരു എനർജി അങ്ങോട്ട് വരും. അപ്പോൾ ആ എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എനിവേ ഇതിനകത്ത് നമ്മൾ ഇപ്പം ഇതിനകത്ത് കോൺസെപ്റ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സമയം എടുക്കും. പക്ഷേ അതിൻ്റെ ട്രിക്ക് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ഇവിടെ 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു എഫക്റ്റീവ് അവിടെ തന്നിട്ടുണ്ട്. അവിടെ എഫക്റ്റീവ് 8/3. അപ്പോൾ അത് ഗുണിക്കാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 432 കിട്ടും. അതാണ് L1 L2. ഇനി ടോട്ടൽ തന്ന അതാണ് എന്ത്? L1+L2. ടോട്ടൽ ആദ്യം 12 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പം ടോട്ടലിനെ എഫക്റ്റീവ് ആയിട്ട് ഗുണിച്ചു തന്ന 2 വാല്യൂസ് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണ് എന്ത്? L1 L2. അപ്പോൾ ഗുണിച്ചാൽ 32 കൂട്ടിയാൽ 12. അതേതാ സംഖ്യകൾ? 8ഉം 4ഉം. അപ്പോൾ ഇതിൽ ചെറുതപ്പം പിക്ചറിൽ നോക്കുക. L1 ആണ് അവിടെ ചെറുത്, L2 വലുത്. അപ്പോൾ L1 4 കൊടുക്കണം, L2 8. അപ്പം L1/8 4/8 എന്ന് പറഞ്ഞാൽ 1/8. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് തന്നോണ്ടോ. ഇത് മറ്റേത് ഞാൻ എൻ്റെ മൈൻഡിൽ ചെയ്താൽ വിത്തിൻ എനിക്ക് സെക്കൻഡിൽ 1/2 കിട്ടും. അപ്പം ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ R കോൺസെപ്റ്റിലോട്ട് പോകുമ്പം അത് R ρ L/A. അപ്പം R is proportional to L എന്ന് വരും. അപ്പോൾ അപ്പോൾ നമുക്കിവിടെ കൂട്ടിയാൽ ടോട്ടൽ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? 12 ആണ്. അപ്പോൾ R1+R2 12 ആണ്. അതിന് പകരം L1+L2 12 എന്ന് വരും. ഇനി ഗുണിച്ചാൽ എഫക്റ്റീവ്, അതായത് R1 R2 പാരലൽ പോലെയാണല്ലോ ഇപ്പോൾ L1 L2. അപ്പോൾ R1+R2 R1R2/R1+R2 എന്ത് വരും? 8/3. അത് തന്നിട്ടുണ്ട്.
അപ്പോൾ R1ൻ്റെ R2ൻ്റെ സ്ഥാനത്തൊക്കെ L1 L2 ബൈ L1 പ്ലസ് L2. അപ്പോൾ അവിടെയാണ് 8/3 വരുന്നത്. അതിൽ L1 പ്ലസ് L2 ഓൾറെഡി നമുക്കറിയാം 12 ആണ്. അപ്പോൾ അതിനെടുത്ത് ഇവിടെ കൊണ്ടുപോയി ഗുണിക്കുക. അതാണ് ഞാൻ ആദ്യമേ ചെയ്തത്, 12 × 8/3. അപ്പോൾ അത് L1 L2 കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ആൻസർ 32 കിട്ടി. അപ്പോൾ L1 L2 32 കിട്ടി. പിന്നെ L1 പ്ലസ് L2 ഓൾറെഡി നമുക്കറിയാം 12 ആണ്. അത് വെച്ചിട്ട് നമ്മൾ കോമ്പിനേഷൻ എടുത്ത് 1/2 നമ്മൾ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നിങ്ങളെ ആ ഒരു ട്രിക്ക് അതാണ്. അപ്പം നിങ്ങളുടെ മോട്ടിവേഷന്, നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പം ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കല്ലേ. അതിനകത്ത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ സപ്പോർട്ട് വരുന്നതോറും നമ്മൾ സ്മാർട്ട് ബോർഡൊക്കെ ഇറക്കി അടിപൊളിയാക്കിയിട്ട് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കൊക്കെ അതിനകത്ത് നമ്മൾ ചെയ്യുവാനുള്ള പ്ലാനാണ്. അപ്പം അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് മുഖ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ആൻസർ ചെയ്യും. അതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് അറിയോ? ഇതിനകത്ത് ഇപ്പം 4 4 8 8 16 വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് അത്ര ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചത്? അതിനകത്ത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ 4, മറ്റേതിപ്പോൾ നിങ്ങളിത് സീരീസ് കൂട്ടി ഇതിൻ്റെ കുണിച്ച് പാരലായി എടുത്തു അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അപ്പം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മറ്റേപ്പോൾ ഒന്നുമില്ലാന്നേ 4 4 എത്ര 8 8 16 കിട്ടിയില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കേണ്ട ഇതാണ്, ഇവിടെ 4 ഇവിടെ 4 അതിൻ്റെ ഡബിൾ ആയിരിക്കണം ഇവിടെ 8 8. മാത്രമല്ല ഈ 4ഉം 8ഉം എത്രയാ 12, അതിൻ്റെ പകുതി ആയിരിക്കണം ഇവിടെ. അപ്പം അത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം 2ഉം 2ഉം ഇവിടെ 4ഉം 4ഉം അപ്പോൾ എന്തായിരിക്കും വരിക? അപ്പോൾ 2 4 6 ഇവിടെ 3 അല്ലേ വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 2 കൂട്ടുക 2 കൂട്ടുക, ആദ്യത്തെ സൈഡിൽ 2 കൂട്ടുക, അപ്പോൾ 2 2 4, അപ്പുറത്ത് 1 കൂട്ടുക, അപ്പോൾ 4 4 8. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് നോക്കാം. ഇതിനകത്ത് സാധാരണ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് വരുന്നത്? ഇപ്പം 4 4 2 2ൻ്റെ കേസ് നമുക്ക് എടുത്ത് നോക്കാം. 2 2 കേസ് എടുത്താൽ ഒരിടത്ത് 2 ഉണ്ട്, പ്ലസ് മറ്റടുത്ത് എന്ത് വരും? 2 4 6 6ഉം 3, അപ്പോൾ 6 × 3/6 + 3 വരും. അപ്പോൾ 18/2 വരും. അപ്പം അവിടെ 2 2ഉം വരും, 4 4 4 8, അപ്പോൾ 8 ആണ് വരും. അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് വന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലുള്ള ട്രിക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയിപ്പോൾ ഞാനിത് ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റൻ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലായി എന്നുള്ള രീതിയിൽ ട്രിക്ക് പറയുന്ന രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അപ്പം എന്തായാലും ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.